ഈ ക്രീം ഫേസിന് നല്ല ബ്രൈറ്റൻ ആക്കുകയും ഫേസിലുണ്ടാകുന്ന മാർക്കുകളെ ഒക്കെ മാറ്റുകയും ആക്നെ പ്രോൺ സ്കിൻ ഉള്ളവർക്ക് അതിനെ ക്യൂർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതാണ്. ഹൈലറോണിക് ആസിഡും നിയാസിനമൈഡും ചേർന്ന സ്കിൻ ബ്രൈറ്റനിങ് ക്രീം. ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ആൻറ്റി ഏജിങ് അല്ലെങ്കിൽ കുറച്ച് ഏജ് ആകുമ്പോൾ ഉള്ള സ്കിൻ കെയറിനെ കുറിച്ച് നമ്മൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അല്ലേ? നമ്മൾ എങ്ങനെയൊക്കെയാണ് ആ സ്കിൻ കെയർ ചെയ്യേണ്ടത്, അതിനെ എങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കി നമ്മൾ ചെയ്യാനും അതുപോലെ നമ്മളുടെ ഫുഡ് കറക്റ്റ് ചെയ്യാനും ഒക്കെ നമ്മൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയാമോ? നമ്മൾ സ്റ്റിൽ യങ് ആയിട്ട് ഉള്ളിൽ ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ്. കാരണം നമ്മൾ അങ്ങനെ വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല. ആരൊക്കെ എന്ത് തന്നെ പറഞ്ഞാലും അതൊന്നും കേൾക്കാതെ നിങ്ങളുടെ സ്കിൻ കെയർ ചെയ്യണം എന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത്. കാരണം സ്റ്റിൽ യു ആർ ബ്യൂട്ടിഫുൾ. നിങ്ങൾക്ക് ഇപ്പോഴും കുറേ ബർത്ത്ഡേയ്സ് മുന്നോട്ട് ആഘോഷിക്കാൻ കിടക്കുന്നിടത്തോളം കാലം നിങ്ങൾ യങ് ആണ്. ഒരിക്കലും അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. യങ് ആണോ, യങ് അല്ലേ, സ്കിന്നിന് പ്രശ്നം എന്താണ്, അല്ലെ ഹെയറിന് പ്രശ്നം എന്താണ്, അതെന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കി സ്കിൻ കെയർ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. നമ്മളുടെ സ്കിന്നിൽ ഒരു പാടില്ലെങ്കിലും മാർക്കില്ലെങ്കിലും നമ്മൾക്ക് കരിമംഗല്യമില്ലെങ്കിലും ഒക്കെ നമുക്ക് സന്തോഷമാണ് അല്ലേ? അപ്പോൾ നമ്മൾ നിറയെ കേട്ടിട്ടുണ്ട് റൈസ് കൊണ്ടുള്ള ക്രീം നമ്മൾക്ക് നല്ല ക്ലിയർ സ്കിന്ന് തരുന്നു, ഗ്ലാസ് സ്കിന്ന് തരുന്നു എന്നൊക്കെ. കാരണം റൈസിൽ നാച്ചുറൽ ഹൈറലോണിക് ആസിഡ് ഉണ്ട്. ഈ ഹൈറലോണിക് ആസിഡ് നയാസിനമൈഡ് എന്നൊക്കെ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും ഫേസിലിടുന്നതൊക്കെ. ഇതൊക്കെയും നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസിലൊക്കെ ഉണ്ട്. നയാസിനമൈഡ് നമ്മളുടെ ഇരട്ടി മധുരത്തിലുണ്ട്. ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ നാച്ചുറലായിട്ടുള്ള സ്കിൻ കെയർ ചെയ്യുമ്പോൾ നമ്മൾക്ക് അത്രയ്ക്കും ഒരു പ്രയോജനം കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു ക്രീമാണ്. നയാസിനമൈഡും ഹൈലറോണിക് ആസിഡും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ക്രീമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമ്മൾക്ക് ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് ബാക്കി പറയാം. നമ്മുടെ ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് അരിയാണ്. അരിയിൽ സ്വാഭാവികമായി അടങ്ങിയിരിക്കുന്ന വിറ്റമിൻ B3 അഥവാ നയാസിൻ ചർമ്മത്തിന്റെ ആരോഗ്യകരമായ രൂപം നിലനിർത്താൻ സഹായിക്കുന്നതാണ്. അരിയിലെ പോഷക ഘടകങ്ങളും ആന്റി ഓക്സിഡന്റുകളും ചർമ്മത്തിന് തിളക്കവും മൃദുത്വവും നൽകാൻ സഹായിക്കുന്നു. സ്കിന്നിലേക്ക് മോയ്സ്ചർ ലോക്ക് ചെയ്യാൻ ഏറ്റവും നല്ല ഒരു ഏജന്റാണ് അരി. നമ്മൾ അരി എടുത്തിട്ട് പച്ചരി അല്ലെങ്കിൽ എന്തെങ്കിലും അരി ആദ്യം ഒന്ന് നന്നായിട്ട് കഴുകി അതിനെ ക്ലീൻ ആക്കാം. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു രാത്രി മൊത്തം ഫെർമെന്റ് ചെയ്യാൻ വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇതിന് കൂടുതൽ ഗുണം ഉണ്ടാകുക. നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് 100 ഗ്രാം മോയ്സ്ചറൈസർ ആണ്. അതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന 100 ഗ്രാം അരിയാണ്. അത് നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഫോയിൽ പേപ്പർ വെച്ച്, അലുമിനിയം ഫോയിൽ പേപ്പർ വെച്ച് മൂടി വെക്കുന്ന ഒരു നിശ്ചിത ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. ഒരു രാത്രി മൊത്തം വെച്ച ശേഷമാണ് നമ്മൾ അതിന്റെ വാട്ടർ മാത്രമാണ് ഊറ്റിയെടുക്കുന്നത്. അരി എടുക്കുന്നില്ല, വാട്ടർ മാത്രം ഊറ്റിയെടുത്തിട്ട് അതിൽ നിന്നാണ് നമ്മൾ ക്രീം ഉണ്ടാക്കാൻ പോകുന്നത്. ഫെർമെന്റഡ് വാട്ടർ ആയത് കാരണം ഫേസിൽ നന്നായിട്ട് ക്ലിയർ ആക്കാനും ഫേസിൽ ഉണ്ടാകുന്ന മാർക്കുകളെയും ഡാർക്ക് സ്പോട്ടിനെയും ഒക്കെ മാറ്റി ഒരു ക്ലിയർ സ്കിൻ തരാനും ഇത് സഹായിക്കുന്നതാണ്. ഇത് ലിക്കറൈസ് എക്സ്ട്രാക്ട് ഓയിൽ ആണ്. സ്കിന്നിനെ ഈവൻ സ്കിൻ ടോൺ ആക്കി നിലനിർത്താനും നല്ല ഒരു കളർ തരാനും ലിക്കറൈസ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ലിക്കറൈസ് ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. അപ്പോൾ നമ്മുടെ മുഖത്ത് ഒരു ഏജ് കഴിയുമ്പോൾ ഉണ്ടാകുന്ന സ്വെല്ലിങ്ങിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ലിക്കറൈസ് സഹായിക്കുന്നുണ്ട്. നമുക്കതും റൈസ് വാട്ടറും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് സാന്താൻ ഗമ്മാണ്. ഇത് നമ്മളുടെ ക്രീമിന് ഒരു സ്റ്റെബിലിറ്റി നൽകാനും ക്രീമിനകത്ത് അതിന്റെ മോയ്സ്ചർ ലോക്ക് ചെയ്യാനും ചർമ്മത്തിന് ഒരു സിൽക്കി എഫക്റ്റ് നൽകാനും ക്രീമിനെ സിൽക്കി ആക്കാനും സാന്താൻ ഗം സഹായിക്കുന്നതാണ്. അതിലേക്ക് നമ്മൾ വെജിറ്റബിൾ ഗ്ലിസറിൻ ആണ് ചേർത്ത് മിക്സ് ചെയ്യുന്നത്. ഗ്ലിസറിൻ നമ്മളുടെ സ്കിന്നിനെ സോഫ്റ്റ് ആക്കാനും എക്സ്ട്രാ മോയ്സ്ചർ നമ്മളുടെ സ്കിന്നിൽ ലോക്ക് ചെയ്യാനും സഹായിക്കുന്നതാണ്. ആന്റി ഏജിങ്ങിൽ നമ്മൾക്ക് ഏറ്റവും വേണ്ടത് ഒരുപാട് മോയ്സ്ചർ ഉള്ള ക്രീമാണ് നമ്മളുടെ ഫേസിൽ ഇടേണ്ടത്. ഡ്രൈ ആകുന്നത് കൊണ്ടാണ് അങ്ങനെ. സാന്താൻ ഗമ്മും വെജിറ്റബിൾ ഗ്ലിസറിനും കൂടെ നമ്മളുടെ റൈസ് വാട്ടറിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. വളരെ സ്ലോ ആയിട്ട് മിക്സ് ചെയ്താൽ മതിയാവും. നിങ്ങൾക്ക് കാണാൻ പറ്റും ക്രീം സ്റ്റെബിലിറ്റിയോടെ വരുന്നത്. ക്രീമിന് സ്റ്റെബിലിറ്റി കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഏജന്റ് കൂടിയാണ് സാന്താൻ ഗം. ജെലാറ്റിനേക്കാളൊക്കെ സേഫും അത് തന്നെയാണ്. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു മോയ്സ്ചറൈസിങ് ജെല്ല് പോലെ ആക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് അലുവേറ ചേർക്കാം. സ്കിൻ കെയറിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് അലുവേറ. സ്കിന്നിനെ ക്ലിയർ ചെയ്യാനും നമ്മുടെ സ്കിന്നിന് ഉണ്ടാകുന്ന റിങ്കിൾസ് ഒക്കെ മാറ്റാനും ഇതിന്റെ മോയ്സ്ചർ നമ്മളെ സഹായിക്കുന്നതാണ്. അത്രയ്ക്കും നല്ല ഒരു ഇൻഗ്രീഡിയന്റ് ആണ് അലുവേറ. അലുവേറ 2 സ്പൂൺ ആണ് നമ്മൾ ചേർക്കുന്നത്. അലുവേറയും കൂടെ ചേർക്കുമ്പോൾ ഇത് നല്ലൊരു ക്രീമായി മാറുന്നതാണ്. നിങ്ങൾക്ക് ഇതുപോലെ ഒരു
സ്റ്റെറിലൈസ്ഡ് കണ്ടെയ്നറിൽ ഇത് സൂക്ഷിക്കാവുന്നതാണ്. ഫ്രിഡ്ജിനകത്ത് വെക്കണം, ഇല്ലെങ്കിൽ ഇത് ചീത്തയായി പോകും. നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര ഉണ്ടാക്കി ഉപയോഗിക്കാവുന്നതാണ്. മുഖത്ത് എന്തെങ്കിലും അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഉറപ്പുവരുത്തുക നിങ്ങളുടെ ഫേസ് നിങ്ങൾ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടെന്ന്. ക്ലീൻ സർഫേസിലല്ല നിങ്ങൾ ഇടുന്നതെങ്കിൽ എല്ലാം കൂടെ ചേർന്ന് ക്ലോഗ് ആയിട്ട് നിങ്ങളുടെ ഫേസ് ഡൾ ആവാൻ സാധ്യതയുണ്ട്, ആക്നെ പ്രോൺ വരാൻ സാധ്യതയുണ്ട്, മെച്ചുർ ആക്നെയൊക്കെ വരും. നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര എടുത്തിട്ട് നിങ്ങൾ ഫേസിൽ വളരെ മൃദുവായിട്ട് അപ്വേർഡ് ഡയറക്ഷനിൽ നിങ്ങൾക്ക് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഡെയിലി രാവിലെയും വൈകിട്ടും നിങ്ങൾക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ക്രീം ഫേസിന് നല്ല ബ്രൈറ്റനാക്കുകയും ഫേസിലുണ്ടാകുന്ന മാർക്കുകളെ ഒക്കെ മാറ്റുകയും ആക്നെ പ്രോൺ സ്കിന്നുള്ളവർക്ക് അതിനെ ക്യൂർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതാണ്. ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്രീമാണിത്. കാരണം ഫേസിനെ കളറാക്കി എടുക്കുക എന്നുള്ളത്, ഫേസിനെ ക്ലിയർ ആക്കി എടുക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് അല്ലേ. നമ്മൾക്ക് സ്കിന്ന് ക്ലിയർ ആണെങ്കിൽ തന്നെ കുറച്ചൊരു മേക്കപ്പ് ഇടുമ്പോൾ തന്നെ ഭയങ്കര ഭംഗി തോന്നും. നമ്മളെ സ്കിന്നിൽ ഒരു മാർക്ക് വരുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ്. എനിക്കാണെങ്കിലും പിമ്പിൾസൊക്കെ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനാവും, അയ്യോ ഇനി എന്തിനാ മേക്കപ്പ് ഇടുന്നത് എന്ന് ഞാൻ ചിന്തിക്കും. ഞാൻ അങ്ങനെ മേക്കപ്പ് ഇടത്തില്ല, ബട്ട് സ്റ്റിൽ ഞാൻ മേക്കപ്പ് ഒക്കെ ചെറുതായിട്ട് ഇടാറുണ്ട്. ഒത്തിരി മേക്കപ്പ് ഇട്ടാൽ ചേരത്തില്ലാത്ത ഒരു വ്യക്തിയാണ്. എനിക്ക് മേക്കപ്പ് ഇടാൻ ഇഷ്ടമാണ്, ബട്ട് വല്ല കല്യാണത്തിനൊക്കെ പോകുന്ന സമയത്ത് നന്നായിട്ട് മേക്കപ്പ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കതൊക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നണമെന്നുണ്ടെങ്കിൽ, നമ്മൾ വിചാരിക്കുന്ന ഒരു ഫേസ് നമ്മൾക്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ബേസ്, നമ്മളുടെ സ്കിന്ന് നല്ലതായിരിക്കണം. നമ്മളുടെ സ്കിന്ന് നല്ലതാകണമെന്നുണ്ടെങ്കിൽ 100% ഷുവറാണ് നമ്മളുടെ ഗട്ട് ഹെൽത്ത് കറക്റ്റ് ആയിരിക്കണം. നിങ്ങൾ ചിലർ പറയത്തില്ലേ, കുളിക്കുമ്പോൾ ഫേസിന് നല്ലൊരു തെളിച്ചമുണ്ട്, അല്ലെ ഫേസ് വാഷ് ചെയ്യുമ്പോൾ ഒരു തെളിച്ചമുണ്ട്, അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ആ തെളിച്ചം അങ്ങ് പോകുന്നു, അല്ലെങ്കിൽ കുറച്ച് ക്രീം ഇട്ട് മോയ്സ്ചറൈസർ ഇട്ട് കുറച്ച് നേരത്തേക്ക് നല്ല ഫ്രഷാണ്, പിന്നെ അതിങ്ങ് കറുത്ത് വരുന്നു. ഇതൊക്കെ നമ്മളുടെ വയറിൻ്റെ പ്രശ്നമാണ്, ഗട്ട് ഹെൽത്തിൻ്റെ കുഴപ്പമാണ്. ഞാൻ നിറയെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഗട്ട് ഹെൽത്തിന് എന്താണ് ചെയ്യാൻ പറ്റുക. നമ്മളുടെ വയറിന് വാദം, പിത്തം, കഫം ഇതൊക്കെ ഒരേ രീതിയിൽ കൊണ്ടുപോയാൽ മാത്രമേ നിങ്ങളുടെ ഫേസിന് ഏജ് തോന്നാതിരിക്കുകയുള്ളൂ. അങ്ങനെ കൊണ്ടുപോകുന്നവർക്കാണ് ഒരു 60, 63, 70, 73 വയസ്സിലൊക്കെയും ഫേസ് നല്ല യൂത്ത്ഫുൾ ആയിട്ടിരിക്കുന്നത്. അവർ ചിലപ്പോൾ നമ്മളോട് വയസ്സ് പറയുമ്പോൾ നമ്മൾ, ഇവർക്ക് ഇത്ര വയസ്സുണ്ടോ, എനിക്ക് ഇത്രേ പ്രായമുള്ളല്ലോ, എന്നിട്ട് എന്നെ കണ്ടാൽ ഇങ്ങനെയാണല്ലോ ഇരിക്കുന്നത് എന്ന് നമ്മളൊക്കെ പല പ്രാവശ്യം ചിന്തിക്കും അല്ലേ. ഒരുപാട് നമുക്കറിയാവുന്ന നോൺ സെലിബ്രിറ്റീസ് ഒക്കെ നമുക്ക് തന്നെയുണ്ട്. അപ്പോൾ അവരൊക്കെയും അങ്ങനെ ഇരിക്കുന്നത് അവർക്കൊക്കെ എങ്ങനെയാണ് ഫുഡ് കഴിക്കേണ്ടത്, അല്ലെ വയറിനെ എങ്ങനെയാണ് ആരോഗ്യകരമാക്കി വെക്കേണ്ടതെന്ന് അറിയാവുന്നതുകൊണ്ടാണ്. ഒരുപാട് നല്ലതാണ് ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത്. നമ്മളുടെ ഇഡ്ഡലി, ദോശ, അല്ലെങ്കിൽ അപ്പം, അല്ലെങ്കിൽ പഴങ്കഞ്ഞി ഒരുപാട് നല്ലതാണ്. എന്നുവെച്ചാൽ ഒരുപാട് കഴിക്കരുത് കേട്ടോ. അതൊക്കെ ഒരു കപ്പിലെടുത്ത് 1 കപ്പാണ് കഴിക്കേണ്ടത്. പഴങ്കഞ്ഞി നല്ലതാണെന്ന് പറഞ്ഞ് ഒരു ചട്ടി നിറയെ പഴങ്കഞ്ഞി എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ വയറ് ചാടും. അപ്പോൾ അങ്ങനല്ല ചെയ്യേണ്ടത്. നമ്മൾ 1 കപ്പ് കുടിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. തൈര് വളരെ നല്ലതാണ്. കുറച്ചൊന്നും എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചിട്ട് തൈരിനകത്തോട്ട് കുറച്ച് ഇഞ്ചി, കുറച്ച് പച്ചമുളക്, കുറച്ച് ഉള്ളിയൊക്കെ ഇട്ടിട്ട് കഴിക്കുന്നത് അത്ര നല്ലതാണ്. അതുപോലെ കർക്കിടക സമയത്ത് നമ്മൾ കുറച്ച് ലൈറ്റായിട്ടുള്ള ആഹാരം കഴിക്കുന്നത് നമ്മളുടെ ദഹനത്തിനൊക്കെ ഒരുപാട് നല്ലതാണ്. ആ സമയത്ത് എള്ള്, അവല്, അങ്ങനെ കുറേ ലഡ്ഡു പോലെ ഉണ്ടാക്കി, ഈന്തപ്പഴം വേണേൽ മധുരത്തിന് ചേർക്കാം, പംകിൻ സീഡ് ചേർക്കാം, ബദാം, കാഷ്യൂ, പീനട്ടൊക്കെ ചേർത്ത് വറുത്തിട്ട് ചെറുതായിട്ട് ക്രഷ്ഡായിട്ട് കുറച്ച് പൊടി, കുറച്ച് തരിയുള്ള പോലെ എടുത്ത് ഉണ്ട ഉരുട്ടി നിങ്ങൾ വെച്ചിട്ട് കർക്കിടക മാസം തീരുന്നിടം വരെ ഒരെണ്ണം കഴിച്ചാൽ വളരെ നല്ലതാണ്. അതൊക്കെ എപ്പോഴും കഴിച്ചാൽ നല്ലതാണ്, പക്ഷേ നമുക്ക് പറ്റത്തില്ലാത്തവർക്ക് കർക്കിടക മാസത്തിലെങ്കിലും കഴിച്ചാൽ വളരെ നല്ലതാണ്. അതുപോലെ നമ്മുടെ നവര റൈസും മുളപ്പിച്ച പയറും ഒക്കെ കഞ്ഞി ഉണ്ടാക്കി അതിൽ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കുറച്ച് പെരുംജീരകമൊക്കെ ഇട്ട് കഞ്ഞിയാക്കി കുടിക്കുന്നു, വളരെ നല്ലതാണ്. അപ്പം ഞാനിത് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും എന്നെക്കാളും നാട്ടിൽ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് കൊണ്ട്. അപ്പോൾ ഞാൻ വെറുതെ അതിനെക്കുറിച്ച് പറഞ്ഞ് ബോറടിപ്പിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് വീഡിയോ എടുക്കാൻ. അപ്പോൾ ഇതൊക്കെയും നമ്മളുടെ ഫേസിന് ഭയങ്കര ഗ്ലോ തരും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ കർക്കിടക മാസത്തിൽ നിങ്ങൾ കർക്കിടക കുളി എടുക്കുന്നതിൻ്റെ കൂടെ ഇതുപോലൊക്കെ കൂടെ ഫുഡും കൂടെ കഴിച്ചാൽ നല്ല ഒരു പ്രയോജനം കിട്ടും. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ക്രീമിൽ ഹൈലറോണിക് ആസിഡും നിയാസിനമൈഡും ഒക്കെ ഉള്ളത് കാരണം ഫേസിന് ഒരു ഡബിൾ ബ്രൈറ്റനാക്കും. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ ബ്രൈറ്റ് ആക്കും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ പറയുക എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത്. നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹമാണല്ലേ നല്ല യൂത്ത്ഫുൾ ആയിട്ടിരിക്കുക, അല്ലെ നമ്മുടെ കൂടെ പഠിച്ചവരുടെക്കാളും നന്നായിട്ടിരിക്കുക. അതിനേക്കാളും കൂടുതൽ നമ്മൾക്ക് കുറേ കസിൻസ് കാണും. അപ്പോൾ അവരുടെയൊക്കെ കമൻറ്റ് നമ്മൾക്ക് കിട്ടും അല്ലേ.
നല്ല കമൻറ്റ് ആരും പറയില്ല. എല്ലാവരും നമ്മളോട് കണ്ട ഉടനെ എന്താ പറ്റിയേ മെലിഞ്ഞു എന്ന് ചോദിക്കും. ഇനി മെലിഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എന്താ പറ്റിയേ ക്ഷീണിച്ചോ, മെലിഞ്ഞു ചോദിക്കുക എന്തെങ്കിലും അസുഖമാണോ എന്ന് ആദ്യം ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഞെട്ടിപ്പോ, നമ്മൾ ഡയറ്റൊക്കെ എടുത്ത് ഒന്ന് ശരീരമൊക്കെ കുറച്ച് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും അസുഖമാണോ, ഷുഗർ ഉണ്ടോ, ബി പി ഉണ്ടോ? കാരണം ഈ ഒരു ഏജിൽ വരുന്ന നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന കുറച്ച് ആളുകളാണ് ഷുഗർ ബി പി ഒക്കെ. ആദ്യം ചോദിക്കുന്നതാണ് ഷുഗർ ഉണ്ടോ, ക്ഷീണിച്ചു പോയോ, ബി പി ഉണ്ടോ, ക്ഷീണിച്ചു പോയോ, കൊളസ്ട്രോൾ ഉണ്ടോ എന്നൊക്കെ ചെയ്യും. അങ്ങനെ പലരും പലതും ചോദിക്കും. അവരൊന്നും ഡോക്ടേഴ്സ് ഒന്നും അല്ല. നിങ്ങൾ നിങ്ങളെ ഡോക്ടറിനെ കണ്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്യാം. മറ്റുള്ളവരുടെ അഭിപ്രായത്തിനനുസരിച്ച് ഒരിക്കലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരെയും ധിക്കരിച്ച് ആരെയും കേൾക്കാതെ ആരെയും ലിസൺ ചെയ്യാതെ ജീവിക്കണമെന്നല്ല കേട്ടോ അതിൻ്റെ അർത്ഥം. അവർ പറയുന്ന ചെറിയ ചെറിയ നമ്മളുടെ പേഴ്സണൽ കാര്യത്തിലുള്ള കമൻസിനെ അങ്ങോട്ട് അവോയ്ഡ് ചെയ്തിട്ട് ബാക്കിയുള്ള നല്ല കാര്യങ്ങളൊക്കെ എടുക്കും. ഇപ്പം നമ്മുടെ മക്കളാണെങ്കിലും കുറച്ച് വലുതായി കഴിഞ്ഞാൽ അവർ അപ്പോൾ അഡൽട്ടാണ്, അവരെടുക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവരെ ലിസൺ ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ പ്രായമായി, അത് അവരുടെ സെക്കൻഡ് ചൈൽഡ്ഹുഡ് ആണെന്ന് വിചാരിക്കുക. നമ്മളും ഓൾറെഡി മെനോപ്പസ് സ്പീഡിലാണ്, നമ്മളും ആ ഒരു ഏജിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരേ പോലെ ഡിസ്റ്റർബ്ഡ് ബ്രെയിൻ ആയിരിക്കും. സോ അവിടെ നമ്മൾ മനസ്സിനെ ഒന്ന് ബാലൻസ് ചെയ്തിട്ട് അവർ പറയുന്ന കേൾക്കാൻ ശ്രമിക്കുക. ജസ്റ്റ് ഒന്ന് കേട്ടാൽ മാത്രം മതി, അവർക്ക് വേറെ ഒന്നും വേണ്ട. ജസ്റ്റ് ലിസൺ ചെയ്താൽ മതി. അവരുടെ ആ ഒരു ഏജിൽ അവർ ആഗ്രഹിക്കുന്നത് അവർക്ക് കുറേ കൺട്രോൾ ഇല്ലാത്ത സംസാരങ്ങളൊക്കെ വരുന്ന ഒരു സമയമാണ്. കാരണം ബ്രെയിനും മൈൻഡും മനസ്സും എല്ലാം കൂടെ ചേർന്ന് അവർക്ക് കോർഡിനേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു സമയം, നമ്മളെക്കാളും കൂടുതൽ. നമുക്ക് തന്നെ പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടില്ലേ? അപ്പോൾ അവരെ ചുമ്മാ ലിസൺ ചെയ്യുന്ന പോലെ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. അവർക്ക് ഹാപ്പി ആയിട്ട് അവർ പൊയ്ക്കോളും. എന്നിട്ട് അവർക്ക് വേണ്ടത് കാര്യങ്ങളൊക്കെ കറക്റ്റ് സമയത്ത് കറക്റ്റായിട്ട് ചെയ്തു കൊടുത്തിട്ട് ഒബ്സർവ് ചെയ്യുക മാത്രം ചെയ്താൽ മതി. അങ്ങനെയാണ് ചെറിയ വയസ്സിൽ നമ്മുടെ കുട്ടികളെ നമ്മൾ വളർത്തേണ്ടത്. അവർ പറയുന്ന കേൾക്കുക, അവരുടെ കൂടെ ചേർന്ന് നിന്ന് അവരുടെ എല്ലാ തീരുമാനങ്ങൾക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നൊരു വിശ്വാസം വരുത്തി കൊടുത്തിട്ട് നമ്മൾക്ക് അവരെ കറക്റ്റ് ചെയ്യാം. നമുക്ക് പല രീതിയിൽ അവരെ കറക്റ്റ് ചെയ്യാം. ഡയറക്റ്റ് സ്പീച്ചിൽ കറക്റ്റ് ചെയ്യാം, ഓപ്പണായിട്ട് മുഖത്തടിച്ച പോലെ കറക്റ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് അവരുടെ കൂടവേ നടന്നുകൊണ്ട്, അവരുടെ കൈ പിടിച്ച് നടന്നുകൊണ്ട് അവരുടെ കൂടെ കുറച്ചു ദൂരം നടന്നിട്ട് അവർക്ക് പോകേണ്ടാത്ത വഴിയിൽ നിന്ന് അവരെ ഡൈവേർട്ട് ചെയ്ത് അവരെ പോകേണ്ട വഴിയിൽ കൂടെ വിട്ട് കഴിഞ്ഞാൽ അവർ പിന്നെ അങ്ങ് പൊയ്ക്കോളും. അവർക്ക് നമ്മളുടെ കുട്ടികൾക്ക് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം അതുമാണ്. ഈ കുട്ടികൾ എന്ന് പറയുന്നത് കുറച്ച് 17 വയസ്സിന് മേലുള്ള കുട്ടികളുടെ കാര്യമാണ്. ടീനേജേഴ്സിനൊക്കെയാണ് കേട്ടോ. എല്ലാവരുടെയും മക്കൾ ടീനേജേഴ്സിലും അല്ലെങ്കിൽ 20s ഒക്കെ ഉള്ളവരായിരിക്കത്തില്ലേ. അപ്പോൾ കുറേ പേര് എന്നോട് പറയാറുണ്ട് പഠിക്കാറില്ല, പറഞ്ഞാൽ കേൾക്കാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കോൺസെപ്റ്റ് ഇന്ന് വീഡിയോയ്ക്കകത്ത് കൊണ്ടുവന്നത്. നമ്മൾക്ക് ആരെയും പറഞ്ഞ് പഠിപ്പിക്കാനോ മനസ്സിലാക്കാനോ ഒന്നും പറ്റത്തില്ല. നമ്മളുടെ കുട്ടികളുടെ കൂടെ നടക്കാൻ പഠിക്കുക, അവരെ നമ്മുടെ ഒപ്പം നടത്തുക. നടന്നു പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും മുള്ളോ കല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ കൈ പിടിച്ച് ഇങ്ങോട്ട് മാറ്റിക്കൊണ്ട് നടത്തുക. അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഡയറക്റ്റായിട്ട് പറഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടത്തില്ല. അത് ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികൾക്ക് നമ്മളുടെ 90s അല്ലെങ്കിൽ 80s ഒന്നും ഉള്ള കാര്യങ്ങളൊന്നുമല്ല അവർ ചിന്തിക്കുന്നത്. അതിനേക്കാളൊക്കെ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്ത് ഡേറ്റാസ് കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെയിനാണ്. അതിനിടയ്ക്ക് നമ്മളും കൂടെ പോയി ഓരോന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ സൗന്ദര്യ സംരക്ഷണം എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്, നല്ലൊരു കലയാണ്. നിങ്ങളെ സുന്ദരിയായിട്ടും സുന്ദരന്മാരായിട്ടും കൊണ്ട് നടക്കുക നിങ്ങളുടെ ടാലൻ്റാണ്. ഡ്രസ്സിങ്ങിലെയും ഹെയർ സ്റ്റൈലിലെയും അല്ലെങ്കിൽ സ്കിൻ കെയറിലെയും മേക്കപ്പിലെയും ഒക്കെ മോഡസ്റ്റായിട്ട് കൊണ്ട് നടക്കുക എന്നുള്ളത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളത് ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും കുറേ പേരൊക്കെ സ്കിൻ കെയർ ചെയ്ത് അതിൻ്റെ റിസൾട്ടൊക്കെ അയക്കാറുണ്ട്. അവരോടൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. അതുപോലെ തന്നെ കുറേ പുതിയ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലിലുണ്ട്. അവരെയൊക്കെ മനസ്സോടെ സ്നേഹത്തോടെ വരവേൽക്കരെ, അതായത് വെൽക്കം ചെയ്യുന്നു. ഓക്കെ, നമ്മൾക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാം. നമ്മളുടെ സ്കിൻ കെയർ ജേണി, ഹെയർ കെയർ ജേണി എല്ലാം തന്നെ നമുക്ക് ഒന്നിച്ച് ചെയ്യാം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലൊരു മെസ്സേജ് ഇടുക, ഒരു വോയിസ് നോട്ട് ഇടുക അല്ലെങ്കിൽ മെസ്സേജ് ഇടുക. അത് വായിച്ചു കഴിയുമ്പോൾ എപ്പോഴെങ്കിലും എനിക്ക് സമയമുള്ളപ്പോൾ ഞാൻ മറുപടി തരുന്നതായിരിക്കും. മറുപടി തരാതിരുന്നിട്ടേയില്ല. പക്ഷേ ഒരു പ്രാവശ്യം സംസാരിച്ചിട്ട് വീണ്ടും സംസാരിക്കണമെന്ന് പറയുമ്പോൾ അത് ഭയങ്കര എൻ്റെ ബ്രെയിനും ഡിസ്റ്റർബ് ആകുന്ന ഒരു കാര്യമാണ്. എനിക്ക് സമയം ഇല്ലാത്തതും ഒരു റീസണാണ്. എപ്പോഴും നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ ഒരാളാണ് എന്നോട് സംസാരിക്കുന്നത്, ഞാൻ സംസാരിക്കുന്ന ഒരുപാട് പേരോടാണ്. മനസ്സിലായോ? അപ്പോൾ അതെനിക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞായറാഴ്ച മാത്രമേ സംസാരിക്കുള്ളൂ എന്ന് പറഞ്ഞത്. കാരണം ഒരുപാട് പേർക്ക് പരാതിയാണ്, സങ്കടമാണ്, പരിഭവമാണ്. എനിക്ക് ആ സങ്കടം മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഞായറാഴ്ച മാത്രം സംസാരിക്കുക. അതുപോലെ ഫസ്റ്റ് കൺസൾട്ടേഷൻ ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തു തരാം.
ഒരു 40 മിനിറ്റോ 1 മണിക്കൂറോ വാട്ടെവർ നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം ഇരുന്ന് കേൾക്കാൻ ഞാൻ റെഡിയാണ്. സെക്കൻഡ് ടൈം നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഫീസ് ഉണ്ട്. അത് ഫീസ് പേ ചെയ്യുവാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. എന്നോടോ അല്ലെ ഇവിടെയുള്ള ഡോക്ടറിനോടോ ആരോട് വേണേൽ സംസാരിക്കാം. ഇതെന്തുകൊണ്ട് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ സ്മൂത്തായിട്ട് പോകുന്ന നാഷണൽ ഹൈവേയിൽ ഒരു സ്പീഡ് ബ്രേക്ക് വെക്കുന്ന പോലെ വെച്ചതാണ്. കാരണം അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കും, ആവശ്യത്തിനാണോ വിളിക്കുന്നത്, അത്യാവശ്യത്തിനാണോ വിളിക്കുന്നത്, അനാവശ്യത്തിനാണോ വിളിക്കുന്നത്? ഇതിന് മൂന്നും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ആവശ്യം എന്ന് പറഞ്ഞാൽ ചുമ്മാ വരുന്ന കുറേ ഡൗട്ട് വേണമെങ്കിൽ ചോദിക്കാൻ, ചോദിക്കാം, ഒന്ന് വിളിച്ചേക്കാം എന്ന് വെച്ച് വിളിക്കുന്നത്. അത്യാവശ്യം എന്ന് വെച്ചാൽ അറിഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ ഒരു ചെറിയ ഫീസ് പേ ചെയ്തിട്ട് വിളിക്കാനായിട്ടും നിങ്ങൾ മടിക്കില്ല. ചുമ്മാ ജോളിയായിട്ട് എന്താ പറയുക, ചുമ്മാ ജോളിയായിട്ട് ടൈം പാസിന് അല്ലെ ചുമ്മാ ഒരു അറ്റൻഷൻ സീക്കിങ്ങിനൊക്കെ വിളിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതൊക്കെ എൻകറേജ് ചെയ്ത് കൊടുക്കാൻ എനിക്ക് സന്തോഷമാണ്. പക്ഷേ സമയമില്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ടെന്നാണ് വിശ്വാസം. അപ്പോൾ അത് കണ്ടിട്ട് ഒന്നും കൂടെ കാണുക. വീണ്ടും കണ്ടിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. പക്ഷേ വാട്സപ്പിൽ ഞാനല്ല ആൻസർ ചെയ്യുന്നത്. ഞാൻ ആ നമ്പറിൽ അവൈലബിളേ അല്ല. പക്ഷേ ആ വാട്സപ്പ് എൻ്റെ ഫോണിലോട്ടും കൂടെ ഷെയർഡ് ആയതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റും. ഞാൻ എപ്പോഴെങ്കിലും ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് കാണുമ്പോൾ, അല്ലെ ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ആണെങ്കിൽ സ്റ്റാഫ് പറയുമ്പോഴാണ് ഞാൻ റിപ്ലൈ തരാം. ഞാൻ പലർക്കും അങ്ങനെ റിപ്ലൈ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ റിപ്ലൈ തരാതിരുന്നിട്ടില്ല. പക്ഷേ റിപ്പീറ്റഡ് ആയിട്ട് സെയിം ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കും. ഞാൻ വിളിച്ചെടുത്ത് കഴിയുമ്പോൾ ഒന്നും തന്നെ കാണത്തില്ല മാറ്റം. ഒന്നും തന്നെ പ്രത്യേകിച്ച് ഒരു ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമേ ആയിരിക്കത്തില്ല. അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആ ഫീസ് വെച്ചത്. കാരണം അപ്പം നിങ്ങൾ ആലോചിക്കും, ഇത്ര 100 രൂപയെങ്കിൽ 100 രൂപ, 50 രൂപയെങ്കിൽ 50 രൂപ, അത് കൊടുക്കണോ വേണ്ടോ എന്ന്. കാരണം മണി നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്, അല്ലേ? ഹാർഡ് ഏൺഡ് മണിയാണ്. അത് കൊടുക്കണോ വേണ്ടോ എന്നാലോചിക്കുക. ആ പൈസ കൊണ്ട് നിങ്ങൾക്കൊരു മോയ്സ്ചറൈസർ വാങ്ങിക്കാം. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സ്പീഡ് ബ്രേക്കർ വെച്ചത്. ഓക്കെ, മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇന്നുണ്ടാക്കിയ ക്രീമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്രീമോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് നോക്കുക. നമ്മുടെ കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ വെബ്സൈറ്റിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്നും വെബ്സൈറ്റിൽ കയറി നോക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ്. ഞാനിത് എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, എങ്കിലും വീണ്ടും റിപ്പീറ്റ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല കണ്ടന്റുമായി മറ്റൊരു വീഡിയോയിൽ കാണുന്ന വരെ ടേക്ക് കെയർ.